മാർച്ച് 1-ാം തീയതി മുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഡിജിറ്റലായി മാറുകയാണ്. ഇതിനു മുന്നോടിയായി നമ്മുടെ വാഹനത്തിലെ ഡാറ്റാബേസിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. mparivahan.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വാഹനത്തിലേക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. 2019 മുതൽ തന്നെ നമ്മുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം മൊബൈൽ അധിഷ്ഠിതമായിട്ടുണ്ടെങ്കിലും അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മാറ്റിയിട്ടില്ല. അടുത്ത മാസം മുതൽ വാഹനത്തിൻ്റെ പേരുമാറ്റം, വാഹനത്തിൻ്റെ അഡ്രസ്സ് മാറ്റം, ഹൈപ്പോത്തിക്കേഷൻ എൻ്റർ ചെയ്യുന്നത്, ഹൈപ്പോത്തിക്കേഷൻ ഒഴിവാക്കുന്നത് തുടങ്ങിയ സർവീസുകൾ പൂർണ്ണമായും ഓൺലൈൻ രീതിയിലേക്ക് മാറുകയാണ്. പൊതുജനങ്ങൾക്ക് RT ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ഓൺലൈനായി ഇതിൻ്റെ സർവീസുകൾ ലഭ്യമാകും. മാത്രവുമല്ല, RC പ്രിൻ്റ് ലഭ്യമല്ലാത്ത പരാതികൾക്ക് പരിഹാരം കൂടിയാണ് ഡിജിറ്റൽ RCയിലേക്ക് മാറുന്നതോടുകൂടി സംഭവിക്കുന്നത്. പൊതുജനങ്ങൾ ഈ മാസം 28-ാം തീയതിക്ക് മുൻപായി തന്നെ സ്വന്തം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ല വാഹനത്തിൽ ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് മൊബൈൽ വഴി തന്നെ ഈ സർവീസുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റാത്തത്, ഓൺലൈനിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതുമായി RT ഓഫീസിൽ വന്നാൽ RT ഓഫീസിൽ നിന്ന് അത് പരിഹരിച്ച് നൽകുന്നതാണ്. വാഹന ഉടമകൾ സ്ഥലത്തില്ലാത്ത കേസുകളിലും അല്ലെങ്കിൽ വാഹന ഉടമ മരണപ്പെട്ടുള്ള സാഹചര്യങ്ങളിലും ആ വാഹനവുമായി ബന്ധപ്പെട്ട സർവീസുകൾ ചെയ്യുന്നതിന് അതിൻ്റെ പിന്തുടർച്ച അവകാശി ആരാണ്, അയാൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിനകത്ത് ഓൺലൈനായിട്ട് ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിലെ പേരും RC ബുക്കിലെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടുമായി RT ഓഫീസിൽ ഹാജരായാൽ ഓഫീസിൽ നിന്ന് ആ പേര്, ഫോൺ നമ്പർ മാറ്റുന്ന പ്രോസസ്സ് വളരെ ലളിതമായിട്ട് തന്നെ നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാലമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, AI ക്യാമറ അടക്കമുള്ള കേസുകൾ, ചെല്ലാനുകളും വാഹനത്തിൻ്റെ ഡാറ്റാബേസിൽ കയറുന്നുണ്ട്. അത് നമ്മൾക്ക് കൃത്യമായി അറിയിക്കണമെങ്കിൽ ഈ മൊബൈൽ നമ്പറുമായി നമ്മുടെ വാഹനത്തിൻ്റെ ഡാറ്റാബേസ് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ വാഹനം ആരെങ്കിലും കടമെടുത്ത് ഓടിച്ചാൽ ആ കടമെടുത്ത് ഓടിച്ച് പോകുന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ കേസുകൾ കയറിയിട്ടുണ്ടാവും. വാഹനം തിരിച്ചു തരുന്നതിന് മുമ്പായിട്ട് നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ, മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ സ്വന്തം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ.